നമസ്കാരം. പ്രധാന വാർത്തകൾ. ആംബുലൻസിന് വഴി നൽകാതെയുള്ള യാത്ര, യുവാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ആംബുലൻസിന് വഴി നൽകാതെ അപകടകരമാം വിധത്തിൽ കാർ ഓടിച്ച സംഭവത്തിൽ യുവാവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുസ്ലിമിന്റെ ലൈസൻസാണ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. KL 48K 9888 എന്ന കാർ ആംബുലൻസിനെ വഴിതടഞ്ഞ് അപകടകരമായ രീതിയിൽ ഓടിക്കുകയായിരുന്നു. അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസ് പോകുമ്പോഴായിരുന്നു സംഭവം. കാറിന്റെ ഉടമ മുഹമ്മദ് സഫാന്റെ ബന്ധുവാണ് വാഹനമോടിച്ച മുഹമ്മദ് മുസ്ലിം. ബംഗളൂരുവിൽ പോയി മടങ്ങുന്നതിനിടെയാണ് അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചത്. തിരുവനന്തപുരത്തും കോട്ടയത്തും ലഹരിവേട്ട. നാവായിക്കുളത്ത് 1.5 കിലോഗ്രാം കഞ്ചാവുമായി ഒരാളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. നാവായിക്കുളം സ്വദേശി അശോകൻ എന്നയാളാണ് അറസ്റ്റിലായത്. വർക്കല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പാലക്കാട് തോൽവി, BJPയിൽ അമർഷം. കൃഷ്ണകുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ BJPയിൽ അമർഷം പുകയുന്നു. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പന്തളത്തെ BJP പ്രവർത്തകർ. പാലക്കാട് കഴിഞ്ഞു, ഇനി പന്തളം എന്നാണ്. പന്തളം നഗരസഭയിലെ ക്ഷേമസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സീനയുടെ ഭർത്താവ് അജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. C കൃഷ്ണകുമാറിന് സംഘടനാ ചുമതലയുള്ള നഗരസഭയാണ് പന്തളം. അജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്തുണ നൽകി പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീലയുടെ ഭർത്താവും രംഗത്തെത്തിയിട്ടുണ്ട്. മരണം കെട്ടവൻ എന്ന അധിക്ഷേപത്തോടെയാണ് നഗരസഭാ ചെയർപേഴ്സന്റെ ഭർത്താവിന്റെ കമന്റ്. ഭാര്യയും ഭർത്താവും കൂടി പാലക്കാട് നശിപ്പിച്ചു, ഒരു കാലനെ പോലെ വന്നു പന്തളവും, ഈ എരണം കെട്ടവൻ എന്നായിരുന്നു സന്തോഷിന്റെ കമന്റ്. കോഴിക്കോട് മിനി പിക്കപ്പ് വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ് വൻ അപകടം, ഒരാൾ മരിച്ചു, 16 പേർക്ക് പരിക്ക്. കോഴിക്കോട് മേലെക്കൂമ്പാറയിൽ പിക്കപ്പ് വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു, 16 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരം. പശ്ചിമബംഗാൾ സ്വദേശി SK ഷാഹിദിൽ ആണ് മരിച്ചത്. ഇന്ന് രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. അതിഥി തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. കക്കാടംപൊയിയിൽ നിന്നും ജോലി ചെയ്ത് മടങ്ങുകയായിരുന്ന നിർമ്മാണ തൊഴിലാളികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 3 മലയാളികളും 14 അതിഥി തൊഴിലാളികളും ഉൾപ്പെടെ 17 പേർ പിക്കപ്പിലുണ്ടായിരുന്നു. മുക്കത്ത് നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റ 16 പേരെ മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ ഒരാളാണ് മരിച്ചത്. മറ്റ് 15 പേർ ഇവിടെ ചികിത്സയിലാണ്. കായിക താരത്തെ തിയറി ക്ലാസ്സിന് വീട്ടിൽ വിളിച്ചു വരുത്തി പീഡനം, കോച്ച് അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത ബാഡ്മിൻ്റൺ താരത്തെ പീഡിപ്പിച്ച കേസിലെ പ്രതി കോച്ച് ജോസ് ജോർജിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പൂജപ്പുര പോലീസിന്റെ ആവശ്യപ്രകാരമാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. പെൺകുട്ടിയെ തിയറി ക്ലാസ്സിനെന്ന് പറഞ്ഞാണ് പ്രതി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് കുട്ടിയെ പീഡിപ്പിക്കുകയും നഗ്നചിത്രങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഈ നഗ്നചിത്രങ്ങൾ കുട്ടിയുടെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡനം തുടരുകയായിരുന്നു.